സ്വന്തമായൊരു വീട് അതെല്ലാവരും സ്വപ്നമാണ് അല്ലേ? എന്നാൽ സ്വന്തമായൊരു വീട് പണി തീർത്തതിന് ശേഷം ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും? ഫിൻഫ്രീ മാനയുടെ പുതിയ വീഡിയോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് സജിൻ. അതായത് നമുക്കൊരു സ്റ്റോറിയിൽ തുടങ്ങാം. ഇത് ശരിക്കും നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ സമയങ്ങളിൽ ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേരുടെ കഥകളാണ്. അതിൽ ഒരാളുടെ കഥയാണ് എനിക്ക് ഹൃദയസ്പർശമായിട്ട് തോന്നിയിട്ടുള്ളൊരു കഥ. അത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ധാരണ കിട്ടും നമ്മൾ എന്തൊക്കെയാണ് വീടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് ആക്ച്വലി വീടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ, താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വീടെടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കുറെ ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിപ്പോ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കുക്കിങ്ങിനായിട്ടൊരു ആളുണ്ട്. അത്യാവശ്യം നല്ല പ്രായമുള്ള ആളാണ്. 65 വയസ്സിന് മുകളിൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, പുള്ളി നാട്ടിലേക്ക് പോയി. അപ്പൊ പുള്ളിയുടെ സ്റ്റോറി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം തന്നെ പുള്ളി പ്രവാസ ജീവിതത്തിൽ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ ഒരു ആയുഷ്കാലം മുഴുവനും പുള്ളി പ്രവാസിയായിട്ട് ജീവിച്ചു. പിന്നെ എന്നിട്ട് എന്താ സമ്പാദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളീനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരാൾ പോയിട്ട് പുള്ളീനെ പരിചയപ്പെടുമ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് കുറിച്ച് കേൾക്കുന്ന സമയത്ത് പുള്ളി ഫിനാൻഷ്യലി ഫിറ്റ് ആണെന്ന് നമുക്ക് തോന്നും. ഏതൊരാൾക്കും തോന്നും. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പിന്നെ ഇടവലക്കാർ, അതായത് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക് പോലും പുള്ളി ഒരു വെൽത്തി ആയ ആളാണെന്ന് തോന്നിയേക്കാം. കാരണം എന്താ, പുള്ളി ഈ ഒരു കാലയളവ് കൊണ്ട് കുക്കിംഗ് ആണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ഈ ഒരു സമ്പാദ്യം മിച്ചം പിടിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് പുള്ളി എന്തെടുത്തു, പുള്ളിയുടെ മക്കളെയൊക്കെ പുള്ളി പഠിപ്പിച്ച ഒരു നിലയിലെത്തിച്ചു. പുള്ളിയുടെ പെങ്ങന്മാരൊക്കെ കെട്ടിച്ചയച്ചു. പിന്നെ സാധാരണ ഒരു പ്രവാസി ചെയ്യുന്ന എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും പുള്ളിയുടെ ജീവിതത്തിൽ എല്ലാം ഫേസ് ചെയ്തു. പുള്ളി മക്കളെല്ലാം പഠിപ്പിച്ച് അത്യാവശ്യം ഒരു നിലയിൽ എത്തിച്ചു എന്ന് പറയാം. പിന്നെ അതിന്റെ കൂടെ പുള്ളി ഒരു വലിയൊരു വീടും വെച്ചു. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പുള്ളി ഏകദേശം പിന്നെ ആരോഗ്യപരമായിട്ടൊക്കെ അവശനാണ്. പുള്ളി ചികിത്സയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, മരുന്നെടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് എന്ത് വേണമെന്നറിയോ? പുള്ളിക്ക് ഇനി നാട്ടിലേക്ക്, ഈ ഒരു പ്രായമായിട്ട് എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് പോകുന്നില്ല? മക്കളൊക്കെ പിന്നെ പഠിച്ചൊരു നിലയിലെത്തിയില്ല, ഇനിയെങ്കിലും റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് വീടിന്റെ മേലെ വലിയൊരു ലോൺ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് കൂടാതെ പുള്ളിയുടെ മകനെങ്ങാണ്ട് ആക്സിഡന്റ് ആയിട്ട് 10-25 ലക്ഷം ചെലവായ വകയൊക്കെ പുള്ളിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കാലം അത്രയും പുള്ളി ജീവിച്ചതെല്ലാം കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഇപ്പോഴും പുള്ളി ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മേലുള്ള ലോൺ അടവ്, അത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും തോന്നും മക്കൾക്ക് ലോൺ അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് കാര്യങ്ങളുടെ കടപ്പ്. മക്കൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് പുള്ളി ലോണിലേക്കുള്ള തിരിച്ചടവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, പുള്ളിയുടെ ജീവിതത്തിലൂടെ പോയി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം, മക്കള് ഗൾഫിലാണ്, 2 മക്കളങ്ങാണ്ട് ഗൾഫിൽ സെറ്റിലാണ്. അവര് വരുന്ന സമയത്ത് അവരെ വീട്ടിലേക്ക് വേണ്ട കട്ടില്, അതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കില്ല എന്ന് വേണ്ട. കുട്ടിക്കാലത്ത് എങ്ങനെയാണോ മക്കളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ പുള്ളി ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പുള്ളിയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല അവശനാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഇരിക്കട്ടെ, പുള്ളി ലോണിലേക്കും മാസാമാസം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ ശമ്പളത്തിന് വേണ്ടി പുള്ളി കാത്തിരിക്കുകയാണ് ലോൺ അടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പുള്ളിയുടെ ഈ ടെൻഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ എങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? അപ്പോഴാണ് പുള്ളി പറയുന്നത് എന്താണെന്നറിയോ? പുള്ളി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് കടം വീട്ടണം. കടം വീട്ടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ. എന്താ വഴി? ഉള്ള വീട് വിൽക്കണം. വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 10-40 സെന്റ് സ്ഥലത്തുള്ള വലിയ വീടാ. പുള്ളി വെക്കുമ്പോൾ തന്നെ പുള്ളിയുടെ അന്നത്തെ വരുമാനത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറമുള്ള വീട് പുള്ളി അന്നേ വെച്ചു. ജീവിതകാലം മുഴുവൻ ആ വീടിന് വേണ്ടി ലോൺ അടച്ച് പ്രവാസ ജീവിതം കഴിച്ചുകൂട്ടി. സ്വന്തം കുടുംബം ഇതെല്ലാം വിട്ട് പുള്ളി വർഷങ്ങളോളം, ഏകദേശം 10-40 വർഷത്തിന് മേലെ ഒരു പ്രവാസിയായി ജീവിച്ചു. എന്തിനാ? പിന്നെ ലോൺ അടക്കാൻ, വീടിന്റെ ലോൺ അടക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് പുള്ളിക്ക് അത്രയും വലിയ വീട് വേണോന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഈ പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളെ കണ്ടെത്താൻ നോക്കാണ്. നിങ്ങൾക്കറിയാലോ, വീടും അതേപോലെയുള്ള സ്ഥലങ്ങൾ, ഭൂമിയൊക്കെ വിൽക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ആവശ്യക്കാരനെ കിട്ടണം. ആവശ്യക്കാരന് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ തന്ന് ഈ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ആളെ കിട്ടിയാലേ നമുക്കിത് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള അസറ്റ് ക്ലാസ് പോലെ അല്ല ഇത്. അപ്പൊ അങ്ങനെ ഇത് ആളെ കണ്ടെത്തി വിറ്റിട്ട് വേണം പുള്ളിക്ക് ചെറിയൊരു വീടും സ്ഥലവും വാങ്ങിയിട്ട് അങ്ങോട്ട് മാറാം. പിന്നെ എന്തിനാണ് പുള്ളി ഇത്രയും കാലം ഇവിടെ കിടന്ന് അധ്വാനിച്ചത്? അപ്പൊ നിങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. വീടെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഹൃദയം കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ഇതൊരു ഒരാളുടെ അനുഭവമാണ്. ഇത് ഒരാളുടെ അനുഭവം അല്ല, ഞാൻ കണ്ടതിൽ ഉള്ള ഒരാളുടെ അനുഭവം. ആ അനുഭവങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളുടെ അനുഭവം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എന്റെയൊക്കെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെറിയ പ്രായമാണ്. അപ്പോ അവിടെ നമ്മൾ കാണുന്ന അനുഭവങ്ങൾ ഇത്രയും ആളുകൾക്കിടയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ആളുകളെ കാണാൻ പറ്റുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലും ഇതുപോലത്തെ ജീവിതങ്ങൾ ഉണ്ടാവാം, അവർക്ക് അറിയുന്ന ആളുകൾ ഇതുപോലത്തെ ജീവിതം ഉണ്ടാവാം. ഇത് ഒരു കാര്യം. മറ്റൊരു സൈഡിൽ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ ലീവിന് പോയ സമയത്ത് മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോയി. അപ്പൊ അവിടെ ഉള്ളൊരു ബാർബർ കുറെ വർഷങ്ങളായിട്ട് പുള്ളി അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ വന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്താ ഇയാള് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പുള്ളി വയനാട്ടില് പഴയ വീടായിരുന്നു, പുള്ളിയുടെ ഫാദർ എങ്ങാണ്ട് ഉണ്ടാക്കിയ പഴയ വീടായിരുന്നു. അപ്പൊ ഈ വീട്ടിൽ പുള്ളിക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയപ്പോ ഈ വീട്ടിൽ താമസിക്കാൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, റൂമൊക്കെ ചെറുതാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഈ വീട് മാറ്റി പണിയാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഫൗണ്ടേഷൻ മുതലേ പണ്ടത്തെ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ മേലെ പുള്ളിക്ക് ഒന്നും ഇടുങ്ങിയ റൂമുകൾ, ഇരുട്ട് പിടിച്ച റൂം, ഒരു ഭയങ്കര നെഗറ്റിവിറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വീടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളിക്ക് കംപ്ലീറ്റ്ലി പുതിയൊരു വീട് എടുക്കേണ്ട ഒരവസ്ഥ. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിർബന്ധിതമായും വീട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് പുള്ളിയെ സംബന്ധിച്ച്. അപ്പോ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ മെന്റലി ഒക്കെ പുള്ളിക്ക് ഒന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ, ഒരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വീട് വേണം എന്നുള്ളത് ഒരു നിർബന്ധിത ഘടകമായിട്ട് വരും. അപ്പൊ വീട് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലാണ് വീട് എന്ന് പറയുന്നത് സംഭവത്തെ നോക്കി കാണേണ്ടത്. ചിലർക്ക് വീട് എന്ന് പറയുന്നത് നിർബന്ധമായും ആ വീട് പുള്ളിക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കാം. പല രീതിയിൽ വീട് എന്ന് പറയുന്ന സ്വപ്നത്തിന് നമുക്ക് കാണേണ്ടി വരും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഡംബര വീടുകൾ എടുക്കുന്നത് നമ്മുടെ നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും അല്ല. അത് ശരിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെടുത്ത വീടിനേക്കാൾ നല്ല വീട് നമുക്ക് എടുക്കണം, അതല്ലെങ്കിൽ തൊട്ടപ്പുറമുള്ള വീടുകൾ കണ്ടില്ലേ അതിനേക്കാൾ ബെറ്റർ എടുക്കണം. നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിങ്ങിനൊക്കെ പോകൂലേ, അപ്പൊ ഈ പോകുന്ന സ്ഥലത്തുള്ള വീടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി പോർഷൻസ് നമ്മൾ നോക്കിക്കൊണ്ട് പോകും. എന്തിനാ? അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ, അതുപോലുള്ള ഓപ്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ അവന്റെ വീട് കണ്ടില്ല, അവളുടെ വീട് കണ്ടില്ല, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് മനുഷ്യർ ജീവിച്ചു പോകുന്നതെന്നുള്ളതാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, വീട് എന്ന് പറയുന്ന ഒരു മാറ്ററിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിയുടെ മുകളിലുള്ള ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ചില വീടുകളിലേക്ക് പോകുമ്പോൾ ചെറിയ വീടുകളാണെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ ഒരു ചുറ്റുപാട്, മരങ്ങള്, പക്ഷികള്, ചിലപ്പോൾ ഒരു 10-20 സെന്റ് സ്ഥലമൊക്കെ ഉള്ള വീട്ടിൽ നിറയെ വീടങ്ങ് എടുത്തിടും ചിലര്. പിന്നെ ഈ പറമ്പ് മുഴുവൻ വെട്ടിക്കൂട്ടി മരങ്ങളൊക്കെ പിന്നെ കംപ്ലീറ്റ് മുറിച്ചു മാറ്റി കംപ്ലീറ്റ് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വലിയ സെറ്റപ്പ് ആക്കും. എന്നാൽ ആ വീടിനകത്ത് ഒരു സമാധാനം കിട്ടുമല്ലോ ഇവർക്കൊന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒരു സമാധാനമുള്ള ഇല്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങളാണ്. പിന്നെ ഒരു പരിധിവരെ എല്ലാവരും ആ ഒരു അവസ്ഥയാണ്. EMI അടക്കണം, പിന്നെ എന്ന് വേണ്ട എല്ലാ ടെൻഷനും കടബാധ്യതകളും മൊത്തം ആലോചിച്ചുകൊണ്ട് ആ വലിയ വീട്ടിന്റെ മെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ എന്ത് സുഖമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ വീടെടുക്കണം. നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലരും വലിയ വലിയ ബില്യണറീസ് പോലും വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ഷെൽട്ടർ മാത്രമാണ് വീട്. നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വലിയ വീടുകൾ, ചെറിയ ഫാമിലിക്ക് വേണ്ടി വലിയ വീടുകൾ എടുക്കുന്നവർ. ഇത് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസമാധാനം എന്ന് പറയുന്നത് ഇല്ലാതാക്കാനാവരുത് എന്നൊരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ബാധിക്കും. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻകത്തിന് ആനുപാതികമായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നല്ല വലിയ വിൻഡോസും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ അതിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കുന്നത് എന്നുള്ളത് മാത്രം നോക്കിയിട്ട്, നിങ്ങൾക്ക് എന്ത് നീഡ്സ് ആണോ ആ വീട് കൊണ്ട് ഫുൾഫിൽ ചെയ്യാനുള്ളത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വീട് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും വീടെടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വീട് വെക്കണം. ഇനി വീട് വെക്കുന്നത് പോലും നിങ്ങൾ ഒന്നല്ല 2 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വീട് വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ വീടിന് വേണ്ടി നല്ലൊരു SIP മറ്റോ ക്രിയേറ്റ് ചെയ്ത് അതൊരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ വീട് വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം ഇത് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പിന്നെ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നില്ലെങ്കിൽ, പിന്നെ പ്രശസ്തനായ റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഗ്രന്ഥത്തിലൂടെ എന്താ പറയുന്നത്, ഈ വീട്, കാറ്, നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അസറ്റ് അല്ല. നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ അസറ്റ് അല്ലേ എന്ന്. പക്ഷെ അസറ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നിങ്ങൾ വീടിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ
ഈ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്നതിനെ നിങ്ങൾക്ക് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങളപ്പോൾ ചിന്തിക്കും, ഈ വീട് കുറെ വർഷങ്ങൾക്ക് ശേഷം വില കൂടി വെക്കുമ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടൂല എന്ന് ചിന്തിച്ചിട്ട് ഇതൊരു അസറ്റായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങളിപ്പോ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ പെയിന്റ് അടിക്കണം, അതിനെ പരിപാലിക്കണം, മറ്റു കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പെൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് വലിയ വീട്. വീടിന്റെ വലിപ്പം കൂടുന്നു പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ലാബിലിറ്റിയാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികൾ, അതും ഒരു ലാബിലിറ്റിയാണ്. ഇതൊക്കെ നിങ്ങളുടെ ലാബിലിറ്റി കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവമാണ്. പിന്നെ അങ്ങനെ വേണം ഇതിനെ ചിന്തിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വരുമാനം പരമാവധി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ ലാബിലിറ്റി ആയ വീടുകൾ, കാറ്, ഇതുപോലത്തെ സംഭവമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രീതിയിലുള്ള മാത്രം നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ള പണം കംപ്ലീറ്റ് കൊണ്ട് വീട്ടിലേക്കും കാറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ നാട്ടിൽ കഷ്ടപ്പെട്ട് നമുക്ക് പോലും ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. അപ്പൊ നിങ്ങൾ ഈ ഞാൻ പറയുന്നതല്ല, റോബർട്ട് കിയോസാക്കി പറയുന്നത് പോലെ ചിന്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കി കൊണ്ട് തരുന്ന നിങ്ങളിപ്പോ ഒരു വീടെടുത്ത് അത് വാടക കൊടുക്കുക, അല്ലെ വീട് ഒരു പഴയ വീട് വാങ്ങിച്ചിട്ട് അത് റെന്റ് ഔട്ട് ചെയ്ത് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അസറ്റാണ് നമുക്ക് പറയാം. അതുപോലെ ഒരു കാർ, അത് റെന്റേ കാറായിട്ട് കൊടുക്കുന്നതാണ്, അതൊക്കെ ഒരു അസറ്റാണ്. നമുക്ക് ഇൻകം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്ന രീതിയിലുള്ളതെല്ലാം ലാബിലിറ്റി ആണെന്നാണ് പുള്ളി പറയുന്നത്. വളരെ ശരിയാണ്. നിങ്ങൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. വീടെടുക്കരുത് അല്ലെങ്കിൽ വീട് വെക്കുന്നത് നല്ലതല്ല എന്നൊന്നും ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് ആളുകളുടെ അനുഭവവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഏത് തരത്തിലുള്ള വീട് എടുക്കണം, എങ്ങനെ നിങ്ങൾ ഒരു വീട് എന്നുള്ളൊരു ഡ്രീം ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ വളരെ ഗൗരവത്തിൽ കാണണം. അത് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോത്സാഹനമാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.